ഭ്രൂണഹത്യക്കെതിരെ കനലായൊരമ്മ പ്രകാശനം ചെയ്തു. വിവാഹം വേണ്ട, കുഞ്ഞുങ്ങൾ വേണ്ട, കുടുംബജീവിതം ഭാരമെന്ന് യുവതലമുറയിലെ ചിലർ കരുതുമ്പോൾ സ്വന്തം ജീവനെ ത്യജിച്ചുകൊണ്ട് ഉദരത്തിലെ കുഞ്ഞിന് ജനിക്കുവാൻ അവസരമൊരുക്കിയ സപ്ന ട്രീസയുടെ ജീവിതം കനലായൊരമ്മ എന്ന പേരിൽ പുസ്തകമായി പ്രസിദ്ധീകരിച്ചു. അധ്യാപകരായ എ.ഡി. ഷാജു, ജോജിമോൾ ദമ്പതികൾ ചേർന്നെഴുതിയ പുസ്തകം ജനുവരി 20 ബുധനാഴ്ച കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പ്രകാശനം ചെയ്തു. ചിറ്റാറ്റുകര സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിൽ കർദിനാൾ കാർമ്മികനായി അർപ്പിച്ച അനുസ്മരണ ദിവ്യബലിക്ക് ശേഷമാണ് പ്രകാശന കർമ്മം നടന്നത്. സെമിത്തേരിയിൽ സപ്ന ട്രീസയുടെ കല്ലറയിലും പിന്നീട് വീടും മാർ ജോർജ് ആലഞ്ചേരി സന്ദർശിച്ചു. ചിറ്റാറ്റുകര സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവക വികാരി ഫാദർ ജെയിംസ് വടക്കൂട്ട് അധ്യക്ഷനായി. സഹവികാരി ഫാദർ ആൽവിൻ അക്കരപ്പട്ടിയേക്കൽ, ചിറ്റിലപ്പള്ളി മഹാകുടുംബസംഗമം പ്രസിഡന്റ് സാന്റി ഡേവിഡ്, ചിറ്റാറ്റുകര ചിറ്റിലപ്പള്ളി കുടുംബയോഗം പ്രസിഡന്റ് CJ വർഗീസ് മാനത്തിൽ എന്നിവർ സംസാരിച്ചു. വൈദികരും സന്യാസിനികളും കുടുംബാംഗങ്ങളും ചടങ്ങിൽ സന്നിഹിതരായി. CBCI പ്രസിഡന്റും ആർച്ച് ബിഷപ്പുമായ മാർ ആൻഡ്രൂസ് താഴത്ത് അനുഗ്രഹ സന്ദേശവും KCBC പ്രൊലൈഫ് സമിതിയുടെ ആനിമേറ്റർ സാബു ജോസ് അവതാരികയും എഴുതിയ കനലായൊരമ്മ സപ്ന ട്രീസയുടെ ത്യാഗനിർഭരമായ ജീവിതത്തിന്റെ നേർസാക്ഷ്യമാണ്. ചിറ്റാറ്റുകര ചിറ്റിലപ്പള്ളി സപ്ന ജോജു ദമ്പതികൾക്ക് 8ാമത്തെ കുഞ്ഞ് ജനിച്ചപ്പോഴാണ് സപ്നയ്ക്ക് ക്യാൻസർ രോഗം സ്ഥിരീകരിച്ചത്. ഗർഭാവസ്ഥയിലുള്ള തന്റെ കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കുവാൻ മരുന്നുകൾ കഴിക്കുവാൻ അമ്മ തയ്യാറായില്ല. തന്റെ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നറിഞ്ഞിട്ടും കുഞ്ഞിന് അപകടം വരാതിരിക്കുവാൻ സർജറിയും കീമോതെറാപ്പിയും വൈകിപ്പിച്ചു. ഡൽഹിയിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നഴ്സായിരുന്ന അവർ ചികിത്സ നിഷേധിച്ചില്ല. കുഞ്ഞിന് അപകടം വരാതെ 6 മാസത്തിനു ശേഷം സർജറിയും കുഞ്ഞിനെ പ്രസവിച്ച ശേഷം കീമോതെറാപ്പിയും സ്വീകരിച്ചു. എങ്കിലും പിന്നീട് ക്യാൻസർ വീണ്ടും വന്ന് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. 2017 ഡിസംബർ 25 ക്രിസ്തുമസ് ദിനത്തിലായിരുന്നു സപ്ന മരണത്തിന് കീഴടങ്ങിയത്.